വള്ളുവനാടൻ ഉത്സവവേദികളിൽ വേനൽ ചൂടിനെ മറികടന്നുള്ള ആരവമാണ് ചവിട്ടുകളിയുടേത്. അന്നും ഇന്നും പൂരപ്പറമ്പിൽ ചവിട്ടുകളിയുണ്ടെങ്കിൽ പൂരത്തിന് ആളുകൂടും. ഉത്സവത്തിനല്ലാതെ ഒരു നാട് ഒന്നിച്ചു നടത്തിയ ചവിട്ടുകളി വിശേഷങ്ങൾ കാണാമിനി. തിരുവിഴാങ്കുന്ന് കാപ്പുപറമ്പിലായിരുന്നു ജനകീയ കൂട്ടായ്മ ചവിട്ടുകളി സംഘടിപ്പിച്ചത്. പാടത്ത് പണിയെടുക്കുന്ന അടിസ്ഥാനവർഗ ജനങ്ങളുടെ സർഗാത്മകതയുടെ തുറന്ന വേദിയാണ് ചവിട്ടുകളി. ഇന്നലെ തങ്ങൾ ഉഴുകയും വിതയ്ക്കുകയും കൊയ്യുകയും ചെയ്ത അതേ പാടങ്ങളിൽ തന്നെയാണ് പൂരത്തലേന്നും പിറ്റേന്നും ചവിട്ടുകളി നടത്തുന്നത് എന്നുള്ളതാണ് കളിയുടെ കാർഷിക ഭാഷ്യം. പൗരാണികതയും പാരമ്പര്യവും ഒന്നിക്കുന്ന ഈ കലാരൂപത്തിനെ കൃഷി ജോലി ചെയ്തു വന്നിരുന്ന സമുദായക്കാരാണ് പ്രചരിപ്പിച്ചിരുന്നത്. ഈ കലാരൂപത്തിനാണ് കാപ്പുപറമ്പിലെ ജനകീയ കൂട്ടായ്മ പുതിയൊരു വേദിയൊരുക്കിയത്. അന്യമായി കൊണ്ടിരിക്കുന്ന ചവിട്ടുകളി പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് കൂടി പകർന്നു നൽകണമെന്ന ഉദ്ദേശവും ഉണ്ടെന്ന് ഒ ചന്ദ്രൻ പറഞ്ഞു. പാരമ്പര്യമായിട്ട് പണ്ടത്തെ കാലത്തിലെ കാരണന്മാരായിട്ട് കൊണ്ടുനടന്നിരുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതെന്താ ഇപ്പോൾ കൊണ്ടുനടക്കണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ മൺമറന്ന് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ചെറിയ ഐറ്റം കുട്ടികൾ ഒരുപാട് വളർന്നു വരുന്നുണ്ട്. ഓർക്കൊന്നും ഇത് അറിയില്ല. അപ്പോൾ ഇത് ഓർക്കും കൂടി ഒരു പ്രചോദനമാകാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ കളിക്കുന്നത്. കാപ്പുപറമ്പ് നൂണപ്പാടത്ത് മത്സരമായാണ് കളി സംഘടിപ്പിച്ചത്. മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നായി 35 അംഗങ്ങൾ വീതമുള്ള 6 ടീമുകൾ പങ്കെടുത്തു. മത്സരമാണെങ്കിലും ജയവും തോൽവിയും ഇല്ലെന്ന് സി ശശി പറഞ്ഞു. 6 ടീമിൽ 3 കളി വരിക. ഇത് കളിയിൽ പറഞ്ഞാൽ ജയല്ല, പാട്ടിൽ മാത്രമേ ഉള്ളൂ മത്സരം. കളി കഴിയുമ്പോൾ ഈ 6 ടീം വിജയിച്ചിട്ടുണ്ടാവും. ട്രോഫി എല്ലാവർക്കും ഒരേമാതിരി ട്രോഫി, പിന്നെ ഡബിൾ തുണിയുണ്ട്. അത് ഒരു ടീമിന് 2 എണ്ണമായിട്ടാണ് നമ്മളിത് കൊടുക്കാൻ കരുതിയിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി കാഴ്ചക്കാരാണ് എത്തിയത്. തുടർന്നുള്ള വർഷങ്ങളിൽ വിപുലമായ മത്സരം സംഘടിപ്പിക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികളായ ഒ ഷിഹാബുദ്ദീൻ, സി വീരാൻകുട്ടി എന്നിവർ അറിയിച്ചു. ഇത് ഞങ്ങളും ഞങ്ങളെ നാട്ടുകാരും എല്ലാവരും സപ്പോർട്ടുണ്ട്. പിന്നെ എല്ലാ രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ടും എല്ലാ മതക്കാരുടെ സപ്പോർട്ടും പിന്നെ ഞങ്ങളൊക്കെ നല്ല സഹകരണവും എല്ലാ ഇതും ഞങ്ങൾ ഇത് നിലനിർത്തി കൊണ്ടാകും. ഇവർക്ക് എല്ലാ പിന്തുണയും ഞങ്ങൾ കൊടുക്കും. ഇത് വിജയകരമായി നടന്നു കഴിഞ്ഞാൽ അടുത്ത വർഷം ഇതിപ്പോൾ സ്ഥലത്തിൽ ചെറിയ സൗകര്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ചെറിയ പരിമിതികളോടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയൊരു സ്ഥലത്തേക്ക് മാറ്റി വിപുലമായി അടുത്ത വർഷങ്ങളൊക്കെ വിപുലമായി നടത്താനാണ് ഈ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. കാപ്പുപറമ്പ്, നൂണപ്പാടം പ്രദേശങ്ങളിലെ എല്ലാ വിഭാഗം ആളുകളും ചേർന്നതാണ് ചവിട്ടുകളി ജനകീയ കൂട്ടായ്മ. തച്ചനാട്ടുകര, നെല്ലൂർപുള്ളി, വെട്ടത്തൂർ, കപ്പൂർ, അരക്കുപറമ്പ്, എടായിക്കൽ എന്നീ ടീമുകളാണ് പങ്കെടുത്തത്. സി രതീഷ്, സി രാജൻ, ഒ വെളുത്തക്കൻ, ഒ സുന്ദരൻ, ഒ സുരേഷ്, കെ രാജു, ഒ സന്ദീപ്, സി പി ശ്രീധരൻ, സി രാജു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അലനല്ലൂർ. അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക്, അലനല്ലൂർ. ഫോൺ 04924 262 427.